ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ? അടിപൊളി പറഞ്ഞാൽ അടിപൊളി തന്നെയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എത്ര അറിയാത്തവർക്കും ആണെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ടേസ്റ്റ് കൂടാനുള്ള കുറച്ച് ടിപ്സുകളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് നിങ്ങളെല്ലാവരും മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. എന്നാൽ വീഡിയോയെക്കുറിച്ച് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ? വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിന് ഞാനിത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഫ്ലെയിം ഓണാക്കി ചട്ടി വെച്ചതിന് ശേഷം ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇട്ടതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് പെട്ടെന്ന് മൂടി വെക്കണം, അല്ലെങ്കിൽ പച്ചമുളക് പൊട്ടിത്തെറിക്കും. പച്ചമുളക് നല്ലപോലെ പൊട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം തുറന്നതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഇടണം. അതിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് വലിയ ജീരകം ഇടുന്നുണ്ട്. അതൊക്കെ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് പൊരിഞ്ഞ് വരണം. അതിൻ്റെയൊക്കെ ഫ്ലേവർ ഒന്ന് നല്ലപോലെ വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി ഇടാം. ഞാനിത് 1.5 കിലോ അരിയും ഇട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് ഞാനിതിൽ പറയുന്നത്. ഉള്ളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് അതിൽ ഉപ്പിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി വഴന്ന് വരും. പിന്നെ നമുക്കത് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. അങ്ങനെ ഗോൾഡൻ കളർ ആയതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി ഇട്ടതിന് നല്ലപോലെ അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടിട്ട് നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയതിന് ശേഷം പച്ചമണമൊക്കെ പോയി എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. എരിവില്ലാത്ത മുളക് പൊടിയാണ്. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടുന്നുണ്ട്. ഇടുന്ന എല്ലാ സാധനത്തിൻ്റെയും പച്ചമണം പോകുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. അതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. ഗരം മസാല ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഞാനത് മൂടി വെച്ചിട്ടുണ്ട്. മൂടി വെച്ചിട്ട് അത് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് പറഞ്ഞാൽ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും അത് എണ്ണ തെളിഞ്ഞ് വരും. അതിന് ശേഷം പിന്നെ അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തൈര് ഒഴിച്ച് നല്ലപോലെ അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ വഴറ്റിയതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. മല്ലിയില, പുതിനയില എണ്ണയിലിട്ടാൽ തന്നെ നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഈ സമയത്ത് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇടുന്നത്. 1 കിലോ ബീഫാണ്. അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് 3/4 വേവാക്കി വേവിച്ചെടുത്തതാണ്. ബീഫ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ പിന്നെ അതിലേക്ക് വെള്ളം ഒഴിക്കണം. അതിൽ ഒഴിക്കണത് 1.5 ഗ്ലാസ് ബീഫിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ 7.5 ഗ്ലാസ് സാധാ വെള്ളം കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിൽ കുറച്ച് നാരങ്ങ നീര് ഒഴിക്കണം. നാരങ്ങ നീര് ഒഴിച്ച് നല്ലപോലെ തിളക്കുമ്പോൾ നമ്മൾ അരി ഇടുക. അരി ഇട്ടത് ഞാൻ ആദ്യം തന്നെ 6 ഗ്ലാസ് അരി നല്ലപോലെ കഴുകി അരമണിക്കൂർ കുതിർത്തിയിട്ട് വെള്ളം വാരാൻ വേണ്ടി വെച്ചിരുന്ന അരിയാണ്. അരി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മളിത് വെച്ചിട്ട് നല്ലപോലെ തിളച്ച് വരും. തിളച്ച് വരുന്ന സമയത്ത് അത് തുറന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചോറ് പകുതി മുക്കാലും വെള്ളമൊക്കെ വറ്റിയിട്ട് അരിയൊക്കെ മേലേക്ക് വന്നിട്ടുണ്ട്. അതിന് ശേഷം നല്ലപോലെ ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം ഇനി നല്ലപോലെ സെറ്റാക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുക. ആവി പുറത്ത് പോകാത്ത രൂപത്തിലുള്ള മൂടിയും കൊണ്ട് മൂടി വെക്കുക. എന്നിട്ട് ഇത് 2-3 മിനിറ്റ് കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ അരി നല്ലപോലെ വെന്ത് കിട്ടും. ഇത് മലബാർ ബിസ്മിൻ്റെ അരിയാണ്. അപ്പോൾ ഞാനിത് ദമ്മിടുന്ന സമയത്ത് കുറച്ച് നെയ്യ് അതിൻ്റെ മേലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഞാൻ തുറക്കണില്ല കേട്ടോ. ഇനി ഇതൊരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ടുണ്ട് പറഞ്ഞത് അടിപൊളിയായിട്ട് ചോറൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടതിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ. അടിപൊളി ബീഫ് ബിരിയാണിയാണ്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായി പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.